പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പം ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് ഉഴുന്നും പരിപ്പും കടുവും കൂടി ചേർത്തു. അപ്പോൾ അതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. നല്ല പൊട്ടി വന്നപ്പോൾ ഞാൻ കുറച്ച് കരിവേപ്പില, പച്ചമുളക് അതെല്ലാം ചേർത്ത് ഒന്ന് വഴന്ന് വരട്ടെ. അതിന് ശേഷം നമുക്ക് ഉള്ളിയും പിന്നെ ക്യാരറ്റും കൂടിയിട്ട് ചെറുതാക്കി മുറിച്ചിട്ടതാണ്. മുറിച്ച് അതും കൂടെ ചേർത്തു. ഇനി നല്ലോണം ഒന്ന് വഴറ്റട്ടെ കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ ചേരുമ്പോൾ ഉപ്പുമാവ് കാണാൻ തന്നെ നല്ലൊരു രസമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതിങ്ങനെ വഴന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് എല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കുക. അപ്പോൾ അത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ ഞാൻ പിന്നെ സൂചി റവ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വറുക്കാത്ത റവയാണ്. അപ്പോൾ ഇതിലത് ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു 200 റവ ഉണ്ടാവും കേട്ടോ. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നമുക്ക് ഇങ്ങനെ വറുത്ത് എടുത്ത ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. കുറച്ച് നാളൊക്കെ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. നമ്മളെവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് പോയി യാത്ര കഴിഞ്ഞൊക്കെ വന്നാലും ഒക്കെ നമുക്ക് പെട്ടെന്നൊന്ന് ഉണ്ടാക്കണമെങ്കിൽ ചൂടുവെള്ളമൊക്കെ പറന്നൊന്ന് അടച്ചു മൂടി വെച്ച് കുറച്ച് തേങ്ങയും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടൊരു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ റവ നല്ലോണം ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കപ്പ് തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നുകൂടി നല്ല മിക്സൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പിന്നെ ലൈക്കും എല്ലാം കുറവാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും വേണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് എല്ലാവരും ചെയ്യലെന്ന് വെച്ചാൽ അത് എന്തായാലും ഒന്ന് നമുക്ക് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇവിടെ കറണ്ട് പോയി നല്ല മഴയും. അപ്പോൾ അതുകൊണ്ടാണ് വെളിച്ചക്കുറവ്. അപ്പോൾ അതെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.